ഫാമിലിയിലെ ഫസ്റ്റ് ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ പാരൻസ് തന്നെ? നോ എൻ്റെ ഡാഡ് ഒരു എഞ്ചിനീയറാണ്, അമ്മ ഫാർമസിസ്റ്റാണ്, ചേട്ടന്മാർ രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എൻ്റെ ചേട്ടന്മാർക്ക് എന്നെ കൊണ്ട് നല്ലോണം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഐ എം സീയിങ് ദം വർക്കിംഗ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അവർ എഞ്ചിനീയറിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വേണ്ട പരിപാടി. അപ്പോൾ എങ്ങനെയാണ് MBBS എന്നുള്ള ഡ്രീം വന്നത്? ഇപ്പോൾ ചേട്ടനൊക്കെ ഞാൻ കുവൈറ്റിലാകുന്ന സമയത്ത് ഞാൻ 5th and 6th ഒക്കെ ആകുമ്പോഴാണ് ചേട്ടൻ കോളേജൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കുറച്ച് നാൾ കുവൈറ്റിലുണ്ടായിരുന്നു വർക്കിങ്ങിനൊക്കെ വേണ്ടി. ഇപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ലൈഫ് അറിയാലോ, ലാപ്ടോപ്പിൽ ഐപാഡിൽ ഇല്ലാത്ത സീരീസ് ഒന്നുമില്ല, എവറിത്തിങ് സാർ. അപ്പോൾ ചേട്ടൻ ഇതിൽ ഹൗസ് MD വാസ് ഫുൾ ഇതുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞാനും ചേട്ടൻ നമ്മൾ എപ്പോഴും TV കാണാൻ അടിയാണ്. എനിക്ക് കാർട്ടൂൺ നെറ്റ് കാണാം, ചേട്ടന് സ്റ്റാർ വേൾഡ് കാണും. അപ്പോൾ സ്റ്റാർ വേൾഡിൽ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഹൗസ് MD കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിരുന്നു ടു ബി എ ഡോക്ടർ എന്നതിലുപരി ഹ്യൂമൻ ബോഡി കുറച്ചുകൂടി മനസ്സിലാക്കുക, അത് കുറച്ചുകൂടി എന്താണ്, ഹൗ ഡസ് ലൈഫ് വർക്ക് അല്ലെങ്കിൽ ഹൗ ഡസ് ദി ഹ്യൂമൻ ബോഡി വർക്ക് എന്നത് ആയിരുന്നു. അതിൻ്റെ ഡോക്ടർ ആവുക, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നതിലുപരി എന്തോ ഭയങ്കര കോംപ്ലക്സ് സംഭവമാണ് ഹ്യൂമൻ ബോഡി എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. സോ അത് ഹൗസ് MDയിൽ നല്ലോണം അവർ ഡെപ്പിക്റ്റ് ചെയ്തു. പുള്ളി ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന രീതിയും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇമേജസ് വരുമല്ലോ അനാറ്റമിയുടെ ഒക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ദാറ്റ്സ് റീസണേ. പിന്നെ ഐ തിങ്ക് എവിടേക്കോ എനിക്കൊന്നും ചെറുപ്പത്തിൽ നമുക്ക് ഈ എൻസൈക്ലോപീഡിയ ഒക്കെ വീട്ടിലെ ഓരോ ചേട്ടന്മാർ വന്നിട്ട് പ്ലീസ് ബൈ ദിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു എന്നെ പഠിപ്പിക്കേണ്ടി എൻസൈക്ലോപീഡിയ വെച്ചിട്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ച്വലി എങ്ങനെ ഐ ജസ്റ്റ് ഗ്രാവിറ്റേറ്റഡ് ടുവേർഡ്സ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് സയൻസ് മോർ. ഹിസ്റ്ററി ഒക്കെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. മാത്സ് വാസ് ഗുഡ് അറ്റ്, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. സോ ഇത് എനിത്തിങ് സയൻസ് റിലേറ്റഡ്, പക്ഷേ അതിൽ മോർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയത് ഹ്യൂമൻ ബോഡി ആയിരുന്നു. സോ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് വാട്ട് ഗോട്ട് മീ ഇൻട്രീഗ്ഡ് ഇൻ ടു ദ മെഡിക്കൽ വേൾഡ്.